പടനിലം ക്ഷേത്രത്തിലെ മഹാശിവരാത്രി വളരെ പ്രസിദ്ധമാണ്. ഇന്ന് ശിവരാത്രി തലേദിവസത്തെ കുറച്ച് കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ശിവരാത്രി തലേദിവസം എല്ലാ കാളമൂടുകളിലും നന്ദികേശൻ ഒരുക്കുന്ന സ്ഥലങ്ങളിലും വിവിധ കാഴ്ചകളുണ്ട്. ആദ്യം നമുക്ക് ഇടപ്പോൺ കര. ശിവരാത്രി ഉത്സവത്തിന് റെഡിയായി നിൽക്കുന്ന ഇടപ്പോൺ കര നന്ദികേശനാണിത്. ഇവിടെ വൈകുന്നേരത്തെ മറ്റ് കലാപരിപാടികൾക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടന്നുകൊണ്ടിരിക്കുന്ന കാണാം. അടുത്തതായി വടക്ക് തന്നെയുള്ള പുലിമേൽ കരയിലേക്ക് പോകാം. പുലിമേൽ കരയുടെ കാളമൂടാണ്. നന്ദികേശനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സ്വന്തം പടവല സ്കൂളിലെ രാജീവ് സാർ വരച്ച ശിവന്റെ പടമാണിത്. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് നടുവിലെ മുറി കരയിലാണ്, പടിഞ്ഞാറ് ഭാഗത്തുള്ള. അടുത്തതായി നടുവിലെ മുറി കരയാണ്. സമയം സന്ധ്യ ആകുന്നേ ഉള്ളൂ, അത് കാരണം ഇവിടെയും കലാപരിപാടികളുടെ ഒരുക്കങ്ങൾ നടക്കുന്നു. അടുത്തതായി പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയുള്ള നെടുകുളഞ്ഞിമുറി കര, ചെറിയൊരു കരയാണിത്. നെടുകുളഞ്ഞിക്കരയാണ് ഏറ്റവും നല്ല കെട്ടുവൃത്തിയുള്ള കാളകളിലൊന്നാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയുള്ളൊരു കരയാണെന്ന് പറയാം. അടുത്തതായി പടനിലം ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു കരയിലേക്കാണ് പോകുന്നത്. പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ കുടശനാട് കരയുടെ നന്ദികേശ സന്നിധിയിൽ ഉടൻ തന്നെ ഞങ്ങളുടെ സ്വന്തം പാലമേൽക്കാര ഒന്നാമൻ. കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ കൃഷ്ണൻ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ അടുത്തായി നമ്മൾ പോകുന്നത് പടനിലത്തെ ഏറ്റവും വലിയ നന്ദികേശനെ കാണാൻ വേണ്ടിയാണ്. തമ്മനക്കര திருமல சூமஞ்ச நாடையானந்த மகேஸ்வரி விளையாடி வந்து கூடியிருப்பாய். ഈ കാണുന്നതാണ് മുതുകാട്ട് കരയുടെ നന്ദികേശൻ. അടുത്തായി നമ്മൾ ചെയ്യുന്നത് ഉളവക്കാട് കരയുടെ നന്ദികേശൻ കടവഴിയാണ്. കിടങ്ങങ്കരയിൽ ആകെ ആഘോഷമാണ്. ഇത് പഴഞ്ഞൂർക്കൊണ്ട നന്ദികേശനാണ്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അവസാനമായി ഇടക്കുന്നം കരയുടെ നന്ദികേശൻ. ഇനി ഇവയെല്ലാം നാളെ നമുക്ക് ക്ഷേത്രത്തിൽ കാണാം. അപ്പോൾ ഇത്രയും നന്ദികേശന്മാരെ കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക.
അതുപോലെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും പടനിലത്തേക്ക് സ്വാഗതം. മഹാശിവരാത്രി ആശംസകൾ. ഹര ഹര മഹാദേവ്.